കുക്കിംഗ് പഠിക്കുന്നവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പാൻ എടുക്കുക. ആ പാനിലോട്ട് നല്ല അച്ചിങ്ങ ചെറുതായിട്ട് ഒടിച്ചത്, അതിൻ്റെ കൂടെ തന്നെ പൊന്തങ്കായ. ഇപ്പം ഞാൻ ഒരു കെട്ട് അച്ചിങ്ങയ്ക്ക് ഒരു പൊന്തങ്കായ എടുത്തിട്ടുള്ളൂ. പൊന്തങ്കായ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച ഏത്തക്കയല്ല, അല്ലാതെ നമ്മൾ അവിയലിനൊക്കെ എടുക്കുന്ന ചെറിയ കായയുടെ ചെറിയ കായ. പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് നമുക്ക് മൂടി വെച്ച് അത് വേവിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെ പച്ചക്കളർ പോവാതെ വേവിക്കണം. അതായത് നമ്മൾ കറക്റ്റ് വേവിൽ നിർത്തി എടുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പം മൂടി വെച്ചൊന്ന് വേവിച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അച്ചിങ്ങയ്ക്കും ഈ പൊന്തങ്കായ്ക്കും അധികം വേവൊന്നുമില്ല, എളുപ്പം വെന്തോളൂ. 3 to 5 മിനിറ്റ്സ് കൊണ്ട് അത് വേവും, അതിൻ്റെ പച്ചക്കളർ മാറത്തുമില്ല. അങ്ങനെ നമ്മളതിനെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വേറൊരു പാനിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ചതച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന അതിൻ്റെ കൂടെ ഫ്രഷ് കറിവേപ്പിലയും കുറച്ച് ചതച്ച കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. ചതച്ച് ചേർക്കുമ്പോൾ മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നല്ല മുരാന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അച്ചിങ്ങയും കായും കൂടെ പൊന്തങ്കായും കൂടെ, അതും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി എന്നിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം വറ്റുന്നവരെ നല്ല ഹൈ ഹീറ്റിലിടുക. വെള്ളം വറ്റിക്കഴിയുമ്പം ഒരു ചെറിയ തീയിലിട്ടിട്ട് അതിനെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഒരു പകുതി മൊരിഞ്ഞുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് ചതച്ച മുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. നോക്ക് നല്ലതായിട്ട് ക്രിസ്പായിട്ട് ഇരിപ്പുണ്ട്. ഒരു കാച്ചിയമോരും ചോറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു വിഭവമായി. ഒരു പിക്കിളും കൂടെ മതി, നല്ലൊരു ഊണായി. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. Okay, thank you.